നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. പിണറായിയുടെ ജനസമ്പർക്ക പരിപാടിയായ നവകേരള സദസ്സ് പൂർത്തിയാകുമ്പോൾ ലഭിച്ചത് 6.21 ലക്ഷം പരാതികളാണ്. ഈ പരാതികളിന്മേൽ എന്ത് തീരുമാനം കൈക്കൊള്ളും എന്നതാണ് ഇനി അറിയേണ്ടുന്ന കാര്യം. നാടുചുറ്റി പരാതികൾ കേട്ട മുഖ്യൻ പെട്ടെന്ന് തന്നെ പരാതികളെല്ലാം പരിഹരിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. എന്നാൽ അവിടെയും പാളിച്ചു തന്നെയാണ് സർക്കാരിനുള്ളത്. നവകേരള സദസ്സിൽ ലഭിക്കുന്ന പരാതികൾക്ക് പരിഹാരമില്ലെന്ന വിമർശനം ശക്തമാകുകയാണ്. 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി ലഭിച്ച പരാതികൾ പൂർണ്ണമായും തീർപ്പാക്കുക എളുപ്പമാകില്ലെന്നാണ് വിലയിരുത്തലും ഉള്ളത്. പരാതി ബന്ധപ്പെട്ട വകുപ്പുകൾക്കും ഓഫീസുകൾക്കും കൈമാറിയിരിക്കുകയാണ്. എത്ര തീർപ്പാക്കിയെന്ന കണക്ക് പുറത്തു വന്നിട്ടുമില്ല. ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ പരാതികളിന്മേൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയുന്നവയല്ലെന്നാണ്. പരിഗണിച്ച് വരുന്നതായും കഴിയുന്നത്ര വേഗം തീർപ്പാക്കുമെന്നാണ് വിശദീകരണം. വിവിധ ഓഫീസുകളിലും അധികാര കേന്ദ്രങ്ങളിലും പലവട്ടം സമർപ്പിച്ച് തീരുമാനമാകാത്തവയാണ് ലഭിച്ചവയിൽ വലിയൊരു ശതമാനവും. കോടതി പരിഗണനയിലുള്ള വിഷയങ്ങൾ വേറെ. സർക്കാർ നിയമപരമായി തീരുമാനിക്കേണ്ടവ, റവന്യൂ അടക്കം വിവിധ വകുപ്പുകളായി ബന്ധപ്പെട്ട സങ്കീർണ വിഷയങ്ങൾ തുടങ്ങിയവ പരാതികളിൽ പെടുന്നവയുണ്ട്. മിക്കതും വേഗം പരിഹരിക്കാവുന്നതുമല്ല. റവന്യൂ, തദ്ദേശം തുടങ്ങി പരാതി കൂടുതലായി ലഭിച്ച വകുപ്പുകളിൽ തീർപ്പാക്കലും വൈകാനാണ് സാധ്യത. പരാതികൾ തീർപ്പാക്കാൻ വേണ്ടി ജില്ലകളിൽ സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കുന്നതുൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ സർക്കാർ പരിഗണനയിലുമുണ്ട്. എത്ര പരാതികളിൽ ഇതുവരെ തീർപ്പാക്കിയിട്ടുണ്ടെന്നത് സംബന്ധിച്ച് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിച്ച ശേഷം വിവിധ വകുപ്പുകളായി ഏകോപനം നടത്താനും കാലതാമസമില്ലാതെ പരിശോധിച്ച് തീരുമാനമെടുക്കാനും കഴിയുമെന്നാണ് വിലയിരുത്തൽ. പരാതി സ്വീകരിക്കലല്ല നവകേരള സദസ്സിൽ പ്രധാനമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. യാത്ര വൻ വിജയമാണെന്ന് അവകാശപ്പെടുന്ന സർക്കാരും ഇടതുമുന്നണിയും പരാതികളുടെ ഭാവിയിൽ കൂടുതൽ വിശദീകരണത്തിന് മുതിരുന്നില്ല. ഏറ്റവും അധികം പരാതി മലപ്പുറം ജില്ലയിൽ നിന്നാണ്. 81,354 പരാതികളാണ് ലഭിച്ചത്. തലസ്ഥാന ജില്ലയിൽ നിന്ന് മാത്രം 61,533 പരാതിയും എത്തി. മിക്ക ജില്ലയിൽ നിന്നും 40,000-ലധികം പരാതി ലഭിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. പരിഹാരത്തിനായി വകുപ്പുകൾക്ക് കൈമാറുന്ന പരാതികളിലെ തുടർ നടപടി കൃത്യമായി പിന്തുടരുന്നുണ്ടോ എന്നതിൽ ആശങ്ക പങ്കുവെക്കുന്നവരുമുണ്ട്. പല പരാതികളിലും വേണ്ടത്ര നടപടികൾ ഉണ്ടാകുന്നില്ലെത്ര ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. കോഴിക്കോട് നടന്ന നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ 2% പോലും ഇതുവരെ തീർപ്പായിട്ടില്ല. 46,000-ഓളം പരാതികൾ ലഭിച്ചതിൽ 733 എണ്ണം മാത്രമാണ് പരിഹരിച്ചത്. സംസ്ഥാന തലത്തിൽ പരിഹരിക്കേണ്ട പരാതികൾ 45 ദിവസത്തിനുള്ളിൽ തീർപ്പാക്കുമെന്നായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. അതാണ് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. CPM നേതാക്കൾ ഭരിക്കുന്നിടത്ത് പോലും പരാതികൾ പരിഹരിക്കപ്പെടുന്നില്ല. പരാതികളുടെ തോത് വർദ്ധിക്കുന്നതിനനുസരിച്ച് പരിഹാര നടപടികൾ നീണ്ടുപോകുന്നു എന്നതാണ് ഉദ്യോഗസ്ഥരുടെ വാദം. സാധാരണ രീതിയിൽ ജില്ലാ അദാലത്തുകളിൽ നിന്ന് 3000 പരാതികളാണ് ലഭിക്കുക. എന്നാൽ 15 ഇരട്ടിയാണ് നവകേരള സദസ്സിൽ ലഭിച്ചിരിക്കുന്നത്. ലൈഫ് വീടിനെ കുറിച്ചുള്ള പരാതികൾ ഗ്രാമസഭയിൽ ഉന്നയിക്കാനാണ് നിർദ്ദേശം. ജപ്തി സംബന്ധിച്ച പരാതികൾ ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയാണ് ചെയ്തത്. കേരള ബാങ്കിന് കൈമാറിയ പരാതിയിൽ 4 ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് 515 രൂപ ഇളവ് നൽകിയെന്നാണ് മറുപടി. ജില്ലാതലത്തിൽ കളക്ടർമാരാണ് പരാതി പരിശോധനയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത്. ഇതിന് പരിമിതികൾ ഉണ്ടെന്ന് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ഓഫീസറെ വെക്കുന്ന കാര്യം പരിഗണിക്കുന്നത്. പ്രഭാത സദസ്സുകളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു. അതേസമയം നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾക്ക് VVIP പരിഗണന നൽകുമെന്ന് മന്ത്രി K രാജൻ പറഞ്ഞിരിക്കുകയാണ്. സാധ്യമാകുന്ന നിയമത്തിന്റെയും ചട്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ നടപടിയെടുക്കും. ജില്ലയിലെ പരാതികൾ 30 ദിവസത്തിനകവും സംസ്ഥാനത്തിലെ പരാതികൾ 60 ദിവസത്തിനകവും പരിഹരിക്കാനാണ് നിർദ്ദേശം.